ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് എന്ന് അറിഞ്ഞു പറഞ്ഞതാണെന്ന് തോന്നുന്നു നമ്മുടെ മന്ത്രി മുഖ്യൻ. അത് വീണ്ടും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ അർത്ഥവത്തായി പലയിടത്തും അറിഞ്ഞു പ്രയോഗിക്കേണ്ടുന്ന ഒരു പ്രയോഗമാണത്. പ്രത്യേകിച്ച് ലവ് ജിഹാദിന്റെ വിഷയത്തിൽ കേരളത്തിന്റെ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പരിതാപകരമായ സാഹചര്യത്തിൽ ഇസ്ലാം വേറിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന നഴ്സറിയായും പിന്നീട് തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ മാറിയ മതവും രാഷ്ട്രീയവും പരസ്പരം കോർത്തിണങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ നാറിയ മത അന്തരീക്ഷത്തെക്കുറിച്ചും അതിനേക്കാൾ നാറ്റം വെച്ച് നാറിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. കാഫിറായ പെൺകുട്ടികളെ പ്രേമിച്ചു വശത്താക്കി അവരെ പല രൂപത്തിലും അകപ്പെടുത്തി ഫോട്ടോസും വിഷ്വൽസും ഒക്കെ സ്വന്തമാക്കി വെച്ച് എങ്ങനെ അവരെ തനിക്കാക്കി വെടക്കാക്കാം, എങ്ങനെ അവരെ വെടക്കാക്കി തനിക്കാക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില വസ്തുതകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യം പ്രേമമാണ്, പ്രണയമാണ്. പിന്നീട് അത് തൊട്ടും പിടിച്ചുമുള്ള കളിയിലേക്കും, പിന്നീട് വയറു വലുതാകുന്ന രീതിയിലേക്കും, പിന്നീട് കെട്ടിലേക്കും നാടുവിടലിലേക്കും, പിന്നീട് അഫ്ഗാന്റെ ജയിലുകളിലേക്കും തുടങ്ങി ഒട്ടനവധി കലാപരിപാടികളിലൂടെയാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയിട്ടുള്ള നിമിഷ ഫാത്തിമമാരും സോണിയ സെബാസ്റ്റ്യന്മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന രക്തസാക്ഷികളായി ഉയർന്നു നിൽക്കുമ്പോഴും മനസാക്ഷിയില്ലാത്തവർക്ക് പറയാം, എവിടെയാണ് ലവ് ജിഹാദ് എന്ന് ചോദിക്കാം. ചതിച്ച് മാനഭംഗപ്പെടുത്തി ഗത്യന്തരമില്ലാതാകുമ്പോൾ ഇവരെ കെട്ടാനും ഇവരുടെ മതത്തിലേക്ക് പോകാനും നിർബന്ധിതരായിരിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഒരാൾ ചതിക്കുക എന്ന് പറഞ്ഞാൽ അവര് മിടുക്കനാണ് എന്നല്ല എൻ്റെ ഭാഷ. നമ്മുടെ കഴിവുകേടാണ് ഇവിടെ വർക്കൗട്ട് ആയത് എന്നതാണ്. നമ്മുടെ മിടുക്കില്ലായ്മ കൊണ്ട്, നമ്മുടെ വകതിരിവില്ലായ്മ കൊണ്ട്, നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ട് നമ്മൾ കബളിപ്പിക്കപ്പെട്ടു. അങ്ങനെ മാത്രമേ ഞാൻ അതിനകത്ത് മനസ്സിലാക്കാറുള്ളൂ. ഇവരെ ബോഡി ബിൽഡിംഗ് നടത്തും, ആയുധ പരിശീലനം നടത്തും, വ്യായാമ മുറകൾ നടത്തും. സ്കൂളുകൾ, കോളേജ് കോമ്പൗണ്ടുകളിലൊക്കെ പരിസരങ്ങളിലൊക്കെ ബൈക്കുകളിൽ കറങ്ങി നടക്കും. പ്രത്യേക രീതികളിൽ വശീകരിച്ച് പെൺകുട്ടികളെ അകപ്പെടുത്തി കയ്യിലുള്ള പണം ചിലവഴിച്ച് അവർക്ക് വേണ്ടുന്ന ട്രീറ്റൊക്കെ നൽകി നല്ല ഫോണ്, വൃത്തിയുള്ള വസ്ത്രം, വില കൂടിയ പെർഫ്യൂമുകൾ, ബൈക്കിൽ ഫുൾ ടൈം കറക്കം, നല്ല രൂപത്തിൽ കോച്ചിങ്ങുകൾ നേടി വിശുദ്ധ വലകളുമായി അവർ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് അവരുടെ മതപവറും മണി പവറും രാഷ്ട്രീയ പവറുമൊക്കെ ഉപയോഗപ്പെടുത്തി അധികാര സ്ഥാനങ്ങളിൽ അവർ കയറിപ്പറ്റും. കസ്റ്റംസ് മേഖലകളായിരുന്നാലും കാക്കി മേഖലകളായിരുന്നാലും അവർക്ക് മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ ഉണ്ടാകില്ല. അതിന് പോലീസ് ആകട്ടെ, എക്സൈസ് വകുപ്പുകളാകട്ടെ, വിദ്യാഭ്യാസ മേഖലകളാകട്ടെ, PWD മേഖലകളാകട്ടെ, ഇങ്ങേയറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വകുപ്പുകൾ, PSC, റവന്യൂ, എല്ലാ താക്കോൽ സ്ഥാനങ്ങളിലും ഇവർ ആരോഹണസ്ഥരാകും. ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ? ഇവർ PSC പരീക്ഷകൾ എഴുതി വിജയിച്ചിട്ടാണോ? ഇതൊന്നും ഇന്നേ വരെ ആരും അന്വേഷിച്ചിട്ടില്ല. ഒരു പക്ഷേ കുറച്ചെങ്കിലും ഈ മഞ്ഞുമലയുടെ അരികെങ്കിലും ഒന്ന് തോണ്ടാൻ നമ്മുടെ മുൻ ഗവർണറായിട്ടുള്ള നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന് സാധിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ പ്രഷർ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വ സ്ഥാനങ്ങൾ മുഴുവനും അവർ കൈയടക്കും. ഇടത് മുന്നണി ഭരിച്ചാലും വലതു മുന്നണി ഭരിച്ചാലും ശരി, കിട്ടുന്ന നിർണായകമായ വകുപ്പുകൾ സ്ഥിരമായിട്ട് നിലനിർത്താനും ഫണ്ടുകൾ 50-50 ആയി വീതിച്ചെടുക്കാനും ഹൈവേകളുടെ 2 കരകളും വാങ്ങിച്ചെടുക്കാനും
ഇടതനും വലതനും വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഇവർക്ക് വാരിക്കോരി നൽകും. മണി പവർ ഇറക്കി സമ്പത്തും പണവും മുഴുവനും കൈയടക്കും. അതായത് പണമിട്ട് പണം പിടിക്കുന്ന ചില ഏർപ്പാടുകളുണ്ട്. 50% മുകളിൽ ലാഭമുള്ള എല്ലാ ബിസിനസ്സും നമ്മളുടേതു മാത്രമാക്കി മാറ്റുക. അതുകൊണ്ടാണ് ഹലാല് വന്നപ്പോഴില്ലാത്ത കുരുക്കൾ നോൺ ഹലാല് വന്നപ്പോൾ പൊട്ടിയത്. കാരണം ഇവിടെ ഹലാല് പറ്റും, നോൺ ഹലാല് നമ്മൾ അനുവദിക്കില്ല. കാരണം ആ ബിസിനസ് മേഖലയല്ലേ പോയി പോകുന്നത്. ബിസിനസ് പവർ ഓരോ പട്ടണങ്ങളിലും, ഓരോ നഗരങ്ങളിലും, ഓരോ ഗ്രാമപ്രദേശങ്ങളിലും, ഓരോ ഉൾഗ്രാമ പ്രദേശങ്ങളിലും നിർണായകമായ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവനും പിടിച്ചെടുക്കും. അതിനും ഫർണിച്ചർ മേഖലകളിലായിരുന്നാലും, യൂസ്ഡ് വെഹിക്കിൾസ് മേഖലകളിലായിരുന്നാലും, ലാൻഡ് ജിഹാദ് ആയിരുന്നാലും ശരി, ലക്ഷ്യമുണ്ടെന്നേ. ഇനിയുമുണ്ട് മാൾ ജിഹാദ്. ഇതര മത വിഭാഗങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകത്തക്ക രൂപത്തിൽ വലിയ വലിയ മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ കണ്ണായ സ്ഥലങ്ങളിൽ തുടങ്ങുക. റിയൽ എസ്റ്റേറ്റ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ വാടകയ്ക്കെടുക്കുക, ഹോട്ടലുകൾ, അത് പിടിച്ചെടുത്ത് ചിലപ്പോൾ അത് നോൺ വെജ് ആയിരിക്കും, ചിലപ്പോൾ വെജ് ആയിരിക്കും, മാറ്റി സ്ഥാപിക്കുക. പിന്നെ പലയിടത്തും ആയുധങ്ങൾ കൊണ്ട് പലതും സാധിക്കില്ല. അവിടെയൊക്കെ പല മാർഗങ്ങളും അവരുടെ കയ്യിലുണ്ട്, സമാന്തരമായിട്ടുള്ള മാർഗങ്ങൾ. വിദ്യാഭ്യാസ മേഖല കൈയടക്കി വെക്കണം. എല്ലാ മേഖലകളും നമ്മുടെ കൈകളിലായിരിക്കണം. തങ്ങളുടെ കുട്ടികൾ എല്ലാ മത്സര പരീക്ഷകളിലും ഉന്നത വിജയികളാകത്തക്ക രൂപത്തിൽ അവർക്ക് ഇന്റൻസീവ് കോച്ചിങ് സൗജന്യമായി കൊടുക്കണം. അവരെ ഡോക്ടർമാരാക്കണം, എഞ്ചിനീയർമാരാക്കണം, കളക്ടർമാരാക്കണം. വിദ്യാഭ്യാസ വകുപ്പിലെ നിർണായകമായ അധികാര സ്ഥാനങ്ങൾ കൈയടക്കി പാഠ്യവിഷയങ്ങൾ, പാഠ്യേതര വിഷയങ്ങൾ തങ്ങളുടെ മതം വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കത്തക്ക രൂപത്തിൽ അതിനെ ഡെവലപ്പാക്കി എടുക്കുക. മൾട്ടിപ്പിൾ ജനറേഷൻ ജിഹാദ് വേറെയുണ്ട്. കൂടുതൽ മക്കളെ ഉണ്ടാക്കുക, ബയോളജിക്കലി വളർത്തിയെടുക്കുക. ഇനിയുമുണ്ട് പ്രിഫറൻസ്, സർവ സർക്കാർ ആനുകൂല്യങ്ങളും സംവരണങ്ങളും നമുക്കാക്കിയെടുക്കണം. 5 നേരം വിളിച്ചു പറയണം. സംവാദങ്ങൾ, മതപ്രസംഗങ്ങൾ, പാട്ടുകൾ, വാർത്തകൾ, പരസ്യ ബോർഡുകൾ, ഇതിലൊക്കെ നമ്മുടെ ആശയങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ഏത് മാഗസിൻ എടുത്താലും, ഏത് പത്രം എടുത്താലും, ഏത് ചാനൽ എടുത്താലും അതിനകത്തൊക്കെ ഞമ്മന്റെ മതം നിറഞ്ഞു നിൽക്കണം. മീഡിയകൾ, മാധ്യമപ്രവർത്തകർ, ഓൺലൈൻ മീഡിയകൾ, സ്വാധീനമുള്ള മീഡിയകളിലൊക്കെ മതപരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. ഇനിയുമുണ്ട് ഇന്റലക്ച്വൽ ജിഹാദ് ഉണ്ട്. ബുദ്ധിപരമായ ചോദ്യങ്ങളിൽ കുരുക്കി അകപ്പെടുത്തിയിടണം. ഇനിയും അറബി ഫുഡുകൾ, മുസ്ലിങ്ങളുടെ സംസ്കാരത്തിനൊപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം. ഭക്ഷണശാലകളിലൊക്കെ അറേബ്യൻ ബ്രോസ്റ്റ്, അറേബ്യൻ ഫുഡ്, പിന്നെ മഹ്ദി, നെഹദി, സുലൈമാനി തുടങ്ങിയ ഹലാൽ അറബി വിഭവങ്ങൾ കൊണ്ട് ഈ നാട് മുഴുവനും എവിടെ തിരിഞ്ഞാലും അതേ കേൾക്കാൻ പാടുള്ളൂ. മീറ്റ്, ഫിഷ്, ഇതിൻ്റെയൊക്കെ വിൽപ്പനയിൽ 95% മുകളിൽ നമ്മൾ മാത്രമായിരിക്കണം. ഇനിയും ഹലാൽ ജിഹാദ്, പടച്ചോന്റെ പേരിൽ ബലിയർപ്പിച്ച മാംസം മാത്രം മതി. അത് എല്ലാവരെയും തീറ്റിച്ച് നമ്മളുടെ അധീനതയിലേക്ക് അവരെ കൊണ്ടുവരണം. കൾച്ചറൽ ജിഹാദ് ഉണ്ട്. വസ്ത്രധാരണം, താടി, മീശ, മറ്റു രീതികളൊക്കെ നമ്മുടെ സംസ്കാരത്തിലേക്ക് മറ്റുള്ളവരെ വശീകരിക്കണം. വസ്ത്രത്തിൽ വിപണി അധീനതയിലാക്കണം. കണ്ടിട്ടില്ലേ മുട്ടിന് മുകളിൽ നിൽക്കുന്ന പാൻറ്റും നീട്ടി വളർത്തിയ താടിയുമൊക്കെ സിനിമകളിലൂടെ ഇത് നാടിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ മതം. നമ്മൾ വിചാരിക്കും പുതിയ ട്രെൻഡാണെന്നേ, മുട്ടിന് മുകളിൽ നിൽക്കുന്ന പാൻറ്റും മറ്റുമൊക്കെ പുതിയ ട്രെൻഡ്. ശരി, ആയിക്കോട്ടെ. കലാപം സൃഷ്ടിച്ച് കൂട്ടക്കൊല നടത്തി മറ്റുള്ളവരെ ഭയപ്പെടുത്തി പിടിച്ചടക്കുക. ഓരോ കാലാവസ്ഥയും മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവനും മാറുന്ന രീതിക്കനുസരിച്ച് നമ്മളുടേതായിട്ടുള്ള രൂപത്തിലേക്ക് അവരെ കൊണ്ടുവരണം. തങ്ങളുടെ ആശയങ്ങളെ വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും അനുകൂലിക്കാത്തവരെയും അപവാദം കൊണ്ട് തകർത്തു കളയണം.
4 കെട്ടി 5 കെട്ടി, തന്ത അങ്ങനെയാണ്, തള്ള ഇങ്ങനെയാണ്, ആദ്യത്തെ കെട്ടിയോൻ ഇങ്ങനെയാണ്, മക്കൾ അങ്ങനെയാണ്, ഇതൊക്കെ ഇവരുടെ അജണ്ടകളാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. എല്ലാവർക്കും അതിന് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചെന്ന് വരില്ല. എനിക്കിതിന്റെ സകലമാന നൂലാമാലകളും പോസ്റ്റ്മോർട്ടം ചെയ്ത വിജ്ഞാനമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഏത് രൂപത്തിലായിരിക്കും എനിക്കെതിരെ അറ്റാക്ക് വരുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനൽ പിടിച്ചെടുക്കാൻ വിലയിടാൻ പല ആളുകളും വന്നു. എന്തിനാ? ഇതൊക്കെ ഈ ജിഹാദിന്റെ ഭാഗമാണ്. എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ നേടിയെടുത്ത ഇത്രയും വീഡിയോസ് നാളെ ചിലപ്പോൾ എൻ്റെ ചാനൽ പോകുമായിരിക്കും, അതെൻ്റെ വിഷയമല്ല. എന്നാലും ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കുന്ന ഒരു കൃത്യം ചെയ്യില്ല. കോടികൾ എൻ്റെ കൈവെള്ളയിൽ വെച്ച് തന്നാലും ശരി, ഞാൻ എൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർത്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആശയങ്ങളെ വളച്ചൊടിച്ച് എന്നെ വിശ്വസിച്ച ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും ഞാൻ പരിശീലിച്ചിട്ടില്ല. ഇനി നോക്ക, സിനിമ ജിഹാദ് സിനിമകളിലൂടെ ക്രിസ്തുമതത്തെയും ഹിന്ദുമതത്തെയും തകർക്കുക, താറടിച്ചു കാണിക്കുക, അവഹേളിക്കുക, എന്നിട്ട് നമ്മുടെ മതത്തെ മഹത്വവൽക്കരിക്കുക, ആ രൂപത്തിലുള്ള സിനിമകൾ എടുക്കുക. അങ്ങനെ സിനിമാ വ്യവസായം കള്ളപ്പണം കൊണ്ട് ഫണ്ട് ചെയ്ത ആ സിനിമകളൊക്കെ നമ്മുടേതാക്കി മാറ്റുക. നാർക്കോട്ടിക് ജിഹാദ് മറ്റു മതസ്ഥരുടെ ഇടയിൽ വ്യാപകമായി മയക്കുമരുന്ന് കച്ചവടം നടത്തി അവരെയൊക്കെ അതിന് അഡിക്റ്റ് ആക്കുക. അങ്ങനെ അവരുടെ പണം നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുക. അങ്ങനെ നമ്മുടെ ഇളം തലമുറയെ ആ രൂപത്തിൽ തളച്ചിട്ട് കളയാൻ നമുക്ക് കഴിയണം. ആരെ? കാഫറുകളെ. ഇങ്ങനെ ഏതെല്ലാം രൂപത്തിലുള്ള ജിഹാദുകൾ ഇവർ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതൊന്നും കൊണ്ടിവിടെ തീരുന്നില്ല. അതാണ് അതിലേറെ യാഥാർത്ഥ്യം. ഇതൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാനും പ്രതിരോധിക്കാനും സ്വയം സന്നദ്ധരാകാതെ നിങ്ങൾക്ക് വെളിച്ചമുണ്ടാക്കി തരാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് ചിന്തയ്ക്ക് ഒരു സ്പാർക്കെങ്കിലും ഇത്രയും പറഞ്ഞതിൽ നിന്നുണ്ടായെങ്കിൽ കമൻസ് രൂപത്തിലെങ്കിലും അതൊന്ന് രേഖപ്പെടുത്തുമോ? നന്ദി.